ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ മസാലയും കൂടെ വഴറ്റി അതിൽ ചിക്കൻ ഇട്ടിട്ട് ആ ഒരു രീതിയിലുള്ള റോസ്റ്റല്ല, ഒരു പ്രത്യേക ഒരു മസാല ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ചെറിയ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 500 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് നമുക്ക് ഈ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നേരത്തെ നമ്മൾ ആ ഒരു മസാലയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്, പിന്നെ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ആ സ്പൂണ് മാറ്റിയിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ആ ഒരു തൈരും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ബട്ടറിൽ ഫ്രൈ ചെയ്യല്ല, ചെറുതായിട്ടൊന്ന് ആ ഒരു ചിക്കൻ ഒന്നിങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ഏകദേശം ഒന്നിങ്ങനെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്കായി എന്നല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടെ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഒരു ചിക്കന് ബട്ടറിൽ റോസ്റ്റ് ചെയ്യാതെ ഉടനെ തന്നെ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ സാധാരണ ഒരു കറി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബട്ടറിലൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി ചിക്കൻ ഒന്നിങ്ങനെ കുക്കാവുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടൊരു കോമ്പിനേഷനാണ് കേട്ടോ. അധികം ഗ്രേവി ഒന്നുമില്ല, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.